ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും എൻ്റെ വാലന്റൈൻസ് ഡേ ആശംസകൾ. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 14 അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഈ വാലന്റൈൻസ് ഡേ നിങ്ങളുടെ പ്രണയ ജീവിതത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും, അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. ഇപ്പോൾ കാണുന്ന എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ മെസ്സേജസും ഒരുപോലെ റെസണേറ്റ് ആകണം എന്നില്ല. അവരവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വേണം ഇതെടുക്കാൻ. പിന്നെ കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അവരുടെ തീരുമാനം, എന്തായിരിക്കാം ഈ ഒരു പ്രണയത്തിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കാം നമുക്ക് നോക്കാം. പേജ് ഓഫ് കപ്സ്, നയൻ ഓഫ് വാൻഡ്സ്, ഹൈ പ്രീസ്റ്റസ്, Ten of Swords, Magician, Moon card, Ace of Cups, Empress, Knight of Cups, Devil energy വന്നിട്ടുണ്ട്. Queen of Pentaclesൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ വന്നിട്ടുള്ളതൊരു പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങളും അവരും ചിലപ്പോൾ ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. വീണ്ടും ഒന്ന് റീകൺസിലിയേഷൻ ആകാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ പാസ്റ്റിലെ ആ ഒരു ഓർമ്മകൾ വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മകൾ ഒരുപാട് വരുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ കഴിഞ്ഞ ഇതേ സമയം നിങ്ങൾ ചിലപ്പോൾ വളരെ സ്നേഹത്തിലായിരുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സമയം ചിലപ്പോൾ നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു വഴക്കൊക്കെ ഉണ്ടായി പിരിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്തെ ഓർമ്മകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു ഒരു കഴിഞ്ഞ സമയങ്ങളിൽ നിങ്ങൾ എത്രമാത്രം സ്നേഹത്തിലായിരുന്നു എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ അതിൽ എത്രമാത്രം സന്തോഷിച്ചിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. പിന്നെ നയൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വെയിറ്റിംഗ് എനർജിയാണ്. അപ്പോൾ ഇതിൽ വെയിറ്റ് ചെയ്യാനാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. അപ്പോൾ കുറേയധികം സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരിക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് വീണ്ടും ഒരു കൂടിച്ചേരൽ അത്ര നല്ലതായിരിക്കില്ല. കാരണം വീണ്ടും സെയിം സിറ്റുവേഷൻ തന്നെ ചിലപ്പോൾ ആവർത്തിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അവരും നിങ്ങളും ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും തീരുമാനിച്ചിരിക്കുന്നത്, ഇത് വെയിറ്റ് ചെയ്യാമെന്ന്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇവരുടെ മനസ്സിലിപ്പോൾ എന്താണെന്നോ ഒക്കെ നിങ്ങൾക്ക് ഇപ്പം അറിയാമായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്തോ നിങ്ങൾക്ക് അല്ലാതെ ഇരിക്കുന്ന സമയത്തോ ഇവരുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും പെട്ടെന്ന്. അപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങളോട് അവർക്ക് ഒരുപാട് ദേഷ്യം തോന്നുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റോപ്പാക്കി പോയാലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയെ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻഡ് ആക്കിയാൽ അത്രയ്ക്ക് നല്ലതായിരിക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. കാരണം ടെൻ ഓഫ് സോർട്സ് ഒരു പെയിൻഫുൾ എൻഡിങ് ആണ്. അത് നിങ്ങൾക്ക് എത്ര പെയിൻ കിട്ടും എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷെ എന്നാലും അത് എൻഡ് ആക്കുന്നതായിരിക്കും നിങ്ങളുടെ ഒരു മുന്നോട്ടുള്ള ജീവിതത്തിന് നല്ലതെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ചിലപ്പോൾ പലതവണ നിങ്ങൾ പാസ്റ്റിൽ ഇത് എൻഡ് ആക്കിയിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്ക് ചില സമയത്ത് ഇതിനി മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്ന് തീരുമാനിച്ച് നിങ്ങളത് എൻഡ് ആക്കിയിട്ട് വീണ്ടും
എന്തോ ഒരു ശക്തി നിങ്ങളെ വീണ്ടും വലിച്ചടുപ്പിക്കുന്നത് പോലെ വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യും, വീണ്ടും നിങ്ങൾ റീകൺസിലേഷൻ നടക്കും. അപ്പോൾ അതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കണം വീണ്ടും വീണ്ടും നിങ്ങൾക്കൊരു പിണങ്ങി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. പക്ഷേ നിങ്ങൾ എൻഡാക്കുക എന്ന് വിചാരിച്ചാലും ഇതിലൊരു മജീഷ്യൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങളോ അവരോ ഇത് മാനിഫെസ്റ്റ് ചെയ്താൽ വീണ്ടും നിങ്ങൾ വീണ്ടും ഒരു നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഒന്നാകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചാലും അവർ വിചാരിച്ചാലും, ഇപ്പം നിങ്ങൾ എൻ്റെ ആക്കണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അവരവിടെ ഇരുന്ന് മാനിഫെസ്റ്റ് ചെയ്യും ഇത് വീണ്ടും റീകൺസിലേഷൻ നടക്കട്ടെ എന്ന് അവർ മാനിഫെസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ അത് വീണ്ടും ഒന്നിന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. ഇതിൽ മജീഷ്യൻ എന്ന് പറയുമ്പോൾ ഇതിൽ നിങ്ങൾ പാസ്റ്റിൽ ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ഇല്ലാത്ത സ്ഥലത്ത് ഒരു സംശയത്തിൻ്റെ പേരിൽ പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ തേർഡ് പാർട്ടി എന്ന് പറയുന്നൊരു സിറ്റുവേഷൻസ് ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങൾ വെറുതെ മാനിഫെസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അങ്ങനെ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചതായിരിക്കും, അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നതുമായിരിക്കാം. അങ്ങനെയും കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഇതൊരു സിറ്റുവേഷൻസ് മാത്രമായിരിക്കാം, വ്യക്തികളായിരിക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ് ഈ ഒരു പ്രണയത്തിൽ കൂടുതൽ സംഭവിച്ചിട്ടുള്ളതെന്നുള്ളതാണ്. അത് ചിലപ്പോൾ സെപ്പറേഷൻ ആയാലും റീകൺസിലിയേഷൻ ആയാലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണെന്നാണ്. കാരണം മജീഷ്യനും പേജ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. പിന്നെ മൂൺ കാർഡാണ്. പലപ്പോഴും നിങ്ങൾക്ക് ഇപ്പം ആലോചിക്കുമ്പം പാസ്റ്റിലെ നല്ല നിമിഷങ്ങളൊന്നും അല്ല നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. നിങ്ങൾക്ക് ഉണ്ടായ പെയിനാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത് വീണ്ടും പെയിനാണ് എനിക്ക് കിട്ടാൻ പോണത്, വേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഇവരോടൊരു സ്നേഹമുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ എത്ര വേണ്ടാന്ന് വെച്ചാലും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ബോധത്തിൽ നിങ്ങൾ ചിന്തിക്കും ഇത് വേണ്ട, എനിക്ക് പെയിനാണ് കിട്ടുന്നത്. പക്ഷെ എന്നാലും നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കുമ്പം ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാണുള്ളതെന്നാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നത്, ഇവരിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നതെന്നാണ് കാണുന്നത്. അപ്പോൾ എംപ്രസ് എനർജിയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഈ സമയത്ത് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള, അബണ്ടൻസിന് വേണ്ടിയിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇതിൽ അവർ വീണ്ടും ഒരു പ്രണയത്തോടെ തിരിച്ചു വരും എന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങൾ എത്രമാത്രം പ്രണയം നിങ്ങളോടുണ്ടായിരുന്നു അത്രയും പ്രണയത്തോടെ ഇവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പിന്നെ ഇതിനകത്തൊരു ഡബിൾ കാർഡുണ്ട്. ഇതൊരു അഡിക്ഷൻ്റെയും ഇല്യൂഷൻ്റെയൊക്കെ കാർഡാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളെന്ന് പറയുന്നത് അവർക്കൊരു അഡിക്ഷനായി മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഈ സമയം ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും ഒരു അഡിക്ഷൻ ഉള്ളത് അവരോട്. പക്ഷേ നിങ്ങൾ ഒരു എംപ്രസിൻ്റെ എനർജിയിലേക്ക്, നിങ്ങൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയ വളരെ പക്വതയുള്ള അങ്ങനത്തെ ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറിക്കഴിയുമ്പോൾ നിങ്ങളോട് ഒരു അഡിക്ഷൻ തോന്നുന്നു എന്നുള്ളതാണ്. പിന്നെ മനസ്സിലാക്കുക ഇതെല്ലാം ഒരു ഇല്യൂഷനാണ്. ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഒരു നമ്മളുടെ ആ ഒരു ചിന്താതലത്തിനും അപ്പുറത്ത് ആണെന്നാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഇത് ഒരു തരത്തിലും ഒരു കണ്ടീഷൻസും ഇല്ലാതെ സ്നേഹിച്ചു തുടങ്ങിയാൽ അത് ഒരിക്കലും ഇങ്ങനെ വിഷമിക്കേണ്ടി വരില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമായിരിക്കും നിങ്ങൾക്കൊരു യൂണിയൻ, പ്രോപ്പറായിട്ടുള്ളൊരു യൂണിയൻ ഉണ്ടാകുന്നത്. ഇവരെന്ത് തന്നെ ചെയ്താലും, ഇപ്പോൾ അഥവാ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായാലും, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാതെ അവർ പ്രവർത്തിച്ചാലും, എന്ത് തന്നെ ആയാലും അതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമല്ല എന്ന് വിചാരിച്ച് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവർ സ്നേഹിക്കാം. അപ്പോൾ ജെന്യുവനായിട്ടൊരു സ്നേഹവും നിങ്ങളുടെ ഉള്ളിൽ അവരോടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും അവർ നിങ്ങളിലേക്ക് ഒരു അഡിക്ഷൻ പോലെ കടന്നു വരും. അതിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് കിട്ടുന്നത്? പവറാണ്.
ഷാഡോ ആണ്, പാഷനാണ്. അപ്പം നിങ്ങളുടെ പാഷനിലേക്ക് നിങ്ങൾ പോകാനാണ് ഡിവൈൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. കാരണം ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കി അവർ തിരിച്ചു വരുന്നൊരു സമയമുണ്ട്. അപ്പം നിങ്ങൾ ഇവർക്ക് ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വസ്തുവാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യമാണെന്ന് അവർക്ക് തോന്നി തുടങ്ങണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പവറിലേക്ക് നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം എന്നാണ്. പിന്നെ ഷാഡോയാണ്, അപ്പോൾ അതൊരു മൂൺ കാർഡാണ്. അപ്പോൾ ശരിക്കും അതൊരു ഹീലിങ്ങിൻ്റെ കാർഡാണ്. ഇവർക്ക് ഹീൽ ചെയ്യാനുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്, നിങ്ങൾക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഒരു ഡാർക്ക് സൈഡ്, ഒരു ഷാഡോ സൈഡ് ഹീൽ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഷാഡോ ഈ വ്യക്തിയായിരിക്കാം. അപ്പോൾ അവർക്ക് എന്തൊക്കെ മോശ സ്വഭാവങ്ങളുണ്ട്, നെഗറ്റീവ് സൈഡ്സ് ഉണ്ടെന്ന് നിങ്ങൾ അവരെ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കാനാണ് പറയുന്നത്. നിങ്ങൾക്കുള്ളത് അവർക്കും ഉള്ളതായിരിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കുക. ഹാർമണിയാണ്, ഇതൊരു യൂണിയനാണ്, ഒരു ലവേഴ്സ് കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ടാണ് ഇവർ. അത് അവരും മനസ്സിലാക്കും. നിങ്ങൾക്കിപ്പോൾ ആൾറെഡി അറിയാമായിരിക്കാം, പക്ഷെ അവർ മനസ്സിലാക്കാനുള്ള സമയം വരുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു യൂണിയൻ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഈ ഒരു വാലന്റൈൻസ് ഡേയിൽ തീർച്ചയായിട്ടും ഒരു ലവേഴ്സ് കാർഡ് വരുമ്പോൾ നമുക്ക് അറിയാലോ അവരെന്തായാലും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു സമയം വരും. ഹോൾഡ് യുവർ വിഷനാണ്. അപ്പം ഇതിൽ നിങ്ങൾ നിങ്ങളുടെ വിഷൻ എന്താണോ, നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. ശരിക്കും ഈ സമയം നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ കൊടുക്കാനുള്ള സമയമാണെന്നുള്ളതാണ്. എടുക്കുന്നതിനേക്കാളും നിങ്ങൾ കൊടുക്കാനുള്ള സമയമാണ്. അപ്പോൾ അത് അൺകണ്ടീഷണലായിട്ട് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം. ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായും ഇത് ഉപേക്ഷിച്ച് മുന്നോട്ടേക്ക് പോകാം, അതിൽ പ്രശ്നമൊന്നുമില്ല. അതല്ല, നിങ്ങൾ ഇവരെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ആവശ്യമേ ഇല്ല. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക, നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഒരു ഹാർമണി ഉണ്ടാകും, ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്, വാലന്റൈൻസ് ഡേക്ക് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങളുടെ സാഹചര്യവുമായിട്ട് മാച്ചാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്രണയത്തിൽ നിങ്ങൾ എത്രമാത്രം വിഷമിക്കുന്നോ അതെല്ലാം ഭംഗിയായിട്ട് നിങ്ങൾ ആഗ്രഹം പോലെ സാധിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.